ദേവു അപ്പൂനെയും കൊണ്ട് തൻ്റെ മുറിയിലേക്കാണ് ചെന്നത്. അയ്യേ, കരയുക? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ? ഞാൻ വിചാരിച്ചു എനിക്കുള്ള അടുത്ത പണി ഒരുങ്ങിയിട്ടുണ്ടാവുമെന്ന്. തലയും താഴ്ത്തി കണ്ണുനീർ പൊഴിക്കുന്ന അപ്പുവിൻ്റെ താടി പിടിച്ചുയർത്തിക്കൊണ്ട് ദേവു പറഞ്ഞതും അപ്പു ദേവുവിനെ ഇറകെ പുണർന്നു. ചേച്ചി, ഐ ആം സോറി ചേച്ചി. ഞാൻ കൊല്ലണമെന്നൊന്നും കരുതിയിരുന്നില്ല. ആ ലവ് ലെറ്റർ ഇഷ്യൂ ചേച്ചി മനഃപൂർവ്വം ഉണ്ടാക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ ശരിക്കും ദേഷ്യം തോന്നിയതാ. അതിനുള്ള കുഞ്ഞു പണി അത്രയും ഞാൻ കരുതിയുള്ളൂ. എന്നോട് ക്ഷമിക്കൂ ചേച്ചി. ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാനിരുന്നതാ. ആമി ചേച്ചി പറഞ്ഞു അഭിയേട്ടൻ പോരുണ്ടെന്ന് പറഞ്ഞു എന്ന്. ചേച്ചി അങ്ങോട്ട് വന്നാൽ കാല് പിടിച്ച് മാപ്പ് ചോദിക്കാനിരുന്നതാ ഞാൻ. ചേച്ചി അങ്ങോട്ട് വന്നില്ല. ഏട്ടത്തിക്ക് അമ്മയുടെ സ്ഥാനമാണത്രേ. ആമി ചേച്ചി പറഞ്ഞു. ഞാനിപ്പോൾ അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് കാണുന്നത്. എനിക്ക് മാപ്പ് തരണേ ചേച്ചി എന്നും പറഞ്ഞു അപ്പു അവളുടെ കാലിൽ വീഴാനൊരുങ്ങിയതും ദേവു അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഏട്ടത്തി അമ്മയ്ക്ക് തുല്യാണെന്നും അമ്മയുടെ സ്ഥാനത്തുമാണെന്നല്ലേ പറഞ്ഞേ? അമ്മക്ക് മക്കളോട് ക്ഷമിക്കാതിരിക്കാനാവില്ലല്ലോ. എനിക്ക് അപ്പൂനോട് ഒരു ദേഷ്യവുമില്ല. അപ്പൂനോട് മാത്രമല്ല, അച്ഛനോടുമില്ല, അനുവിനോടുമില്ല. നമ്മൾ ഫ്രണ്ട്സ് അല്ലേ? ഇനി ആ കണ്ണൊക്കെ തുടച്ചേ. അതും പറഞ്ഞ് ദേവു അവളുടെ കവിളി പിടിച്ച് കൊഞ്ചിച്ചു. അപ്പു ഒറ്റയ്ക്ക് വന്നതാ? ദേവു ചോദിച്ചു. ആരോടും പറഞ്ഞില്ല. ആമി ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഇനി ദേവി ചേച്ചിയുടെ നിഴൽവെട്ടത്ത് പോലും വരാൻ പാടില്ലെന്ന്. ഞാൻ അച്ചു ചേച്ചിയോട് പറഞ്ഞു നമുക്ക് ഇങ്ങോട്ട് വന്ന് ചേച്ചിയെ കാണാമെന്ന്. അന്നേരം അച്ചു ചേച്ചി പറഞ്ഞു ദേവി ചേച്ചി നമ്മളോട് ദേഷ്യപ്പെടുമെന്നും ചേച്ചി വരുന്നില്ലെന്നും. പിന്നെ ഞാൻ കരുതി എന്നോട് ദേഷ്യപ്പെട്ടാലോ അടിച്ചാലോ ഒന്നും വേണ്ടില്ല, എനിക്ക് കണ്ടേ പറ്റൂന്ന്. അങ്ങനെ ഒറ്റയ്ക്ക് പോന്നു. അപ്പു അത്രയും പറഞ്ഞു നിർത്തി. നിന്റെ അഭിയേട്ടനോട് പറഞ്ഞാൽ പോരായിരുന്നോ? ദേവു ചോദിച്ചു. അതിന് അഭിയേട്ടൻ എന്നോട് മിണ്ടാറില്ലല്ലോ. അച്ചു ചേച്ചിയോടും അനു ചേച്ചിയോടും ഇപ്പോൾ ചെറുതായി മിണ്ടു, പക്ഷേ എൻ്റെ മുഖത്ത് പോലും നോക്കാറില്ല. അയ്യോ സാരില്ല കേട്ടോ, ചേച്ചി അവിടെ വന്നിട്ടേ നമുക്ക് അഭിയേട്ടൻ്റെ പിണക്കൊക്കെ മാറ്റാന്നേ. ദേവു അവളെ സമാധാനിപ്പിച്ചു. എന്നോട് പിണങ്ങി നിന്നാലും കുഴപ്പമില്ല, പക്ഷേ ചേച്ചി ഇനിയും അഭിയേട്ടൻ ഒറ്റയ്ക്കാക്കരുത്. ഈടെയായ ആൾ എപ്പോൾ നോക്കിയാലും മൂഡ് ഓഫാണ്. ആമി ചേച്ചിയോടോ എന്തിന് ചോട്ടൂരോട് പോലും അധികം മിണ്ടാറില്ല. എനിക്കറിയാം അഭിയേട്ടന് ചേച്ചി ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന്. പാവാ ഞങ്ങളുടെ ഏട്ടൻ. ചേച്ചി എന്തിഷ്ടമാണെന്നറിയോ? ഞങ്ങളെ പേടിച്ചിട്ടാണോ ചേച്ചി അങ്ങോട്ട് വരാത്ത? ഇനി ചേച്ചി അവിടെ ആരും വേദനിപ്പിക്കില്ല, ഉറപ്പ്. ഞാൻ വാക്ക് തരുക, ചേച്ചി വരണം. ഹേയ് അങ്ങനൊന്നുമില്ല. നിന്റെ അഭിയേട്ടൻ വിളിച്ചാലല്ലേ ചേച്ചിക്ക് വരാൻ പറ്റുള്ളൂ? ദേവ് പറഞ്ഞു. എന്നാ ഞാൻ വിളിച്ചിരിക്കുന്നു, ഇനി എൻ്റെ കൂടെ വരാമല്ലോ. ഡോറിൻ്റെ ഭാഗത്തു നിന്നും അബിയുടെ സ്വരം കേട്ടതും ഇരുവരുടെയും കണ്ണുകൾ അങ്ങോട്ട് നീണ്ടു. ഡോറിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന അബിയെ കണ്ടതും ദേവുവിൻ്റെ കണ്ണുകൾ വിടർന്നു. ദേ നിന്റെ അഭിയേട്ടനെ 100 ആയുസാണ്. എന്നെപ്പോലെ തന്നെ തല്ലിക്കൊന്നാലും ചാവില്ല അല്ലേ മനുവേട്ട? അന്നേരം അബി അകത്തേക്ക് വന്നു. അബിയെ കണ്ടതും അപ്പു ദേവുവിൻ്റെ പിന്നിൽ ഒളിച്ചു. നീ എന്തിനാ അപ്പു ഇങ്ങനെ ഒളിക്കുന്നേ? ഇത് നിന്റെ ചേട്ടനല്ലേ, അല്ലാതെ എൻ്റെ ചേട്ടനല്ലല്ലോ. ദേവു അപ്പുവിനെ അബിക്ക് മുന്നിൽ നിർത്തി. ഇവളെന്താ ഇവിടെ? അബി ഗൗരവത്തിൽ ചോദിച്ചു. എന്നെ കാണാൻ വന്നതാ. വന്ന പാടെ അച്ചുവേട്ടനെ വഴക്ക് പറഞ്ഞു കരയിപ്പിച്ചു വിട്ടു. പാവം എന്നോട് ഒരുപാട് സോറിയൊക്കെ പറഞ്ഞു. ഞങ്ങൾ രണ്ടാളും ഇപ്പോൾ ഫ്രണ്ട്സ് ആണല്ലേ അപ്പു? അപ്പുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദേവു പറഞ്ഞു. ഞാൻ താഴെ കാണും, നീ പെട്ടെന്ന് റെഡിയായി വാ. ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോവാനാ വന്നത്, അബി ഗൗരവത്തിൽ പറഞ്ഞു. ആണോ? എന്നിട്ട് ദച്ചുവേട്ടൻ എന്ത് പറഞ്ഞു? എന്ത് പറയാൻ, എൻ്റെ ഭാര്യയെ കൊണ്ടുപോവാനേ എനിക്ക് ആരുടെയും സമ്മതമൊന്നും വേണ്ട. അമ്മു നീ പെട്ടെന്ന് റെഡിയായി വരാൻ നോക്ക് എന്നും പറഞ്ഞു അബി താഴേക്ക് നടന്നു. അബി തന്നോടൊന്നും മിണ്ടാതെ പോയത് കണ്ടതും അപ്പുവിന് സങ്കടമായി. ദേവു അപ്പുവിനെ സമാധാനിപ്പിച്ചു വിട്ടു ഡ്രസ്സും എടുത്ത് വാഷ്റൂമിലേക്ക് നടന്നു. അബിയുടെ കൂടെ പോവാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു ദേവു. അന്നേരം അബി ദേവുവിൻ്റെ പപ്പയെ പരിശോധിക്കുകയാണ്. ആള് കാര്യമായി പപ്പയോട് എന്തൊക്കെ പറയുന്നുണ്ട്. എന്തേ പപ്പ വയ്യേ? ഇത് കണ്ട് ദേവു ആദ്യോടെ ചോദിച്ചു. ഒന്നുമില്ല, ചെറിയൊരു നെഞ്ചുവേദന, ദക്ഷാണ് പറഞ്ഞത്. അയ്യോ നെഞ്ചുവേദനയോ? പെട്ടെന്ന് എന്ത് പറ്റിയതാ? നല്ലോണം വേദനയുണ്ടോ പപ്പ? ദേവുവിൻ്റെ സ്വരം ഇടറി തുടങ്ങി. പേടിക്കാനൊന്നുമില്ല മോളെ, ഗ്യാസ് ട്രബിൾ ആയിരിക്കും. ഇവൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ തന്നെ ഞാൻ കരുതിയതാ ഇത് ഇങ്ങനെയൊക്കെ ആവുമെന്ന്. അയാൾ മകളെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി ഉള്ളിലെ വേദന മറച്ചു പിടിച്ച് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ ഇത് അത് തന്നെ അങ്കിൾ. നാളെ മുതലേ ഇവനുണ്ടാക്കിയ ഭക്ഷണം ഒന്ന് നോക്കിയും കണ്ടും കഴിക്കുന്നത് നല്ലതായിരിക്കും. ദേവുവിൻ്റെ മുഖത്തെ ടെൻഷൻ വിട്ടുമാറാത്തത് കൊണ്ട് അബി അവളെ ആശ്വസിപ്പിക്കാനായി പറഞ്ഞു. അതിൻ്റെ കൂടെ ദക്ഷിണിട്ടൊന്ന് കൊട്ടുകയും ചെയ്തു. പപ്പ, എന്നാൽ നമുക്ക് ദച്ചുവേട്ടനെ പിടിച്ച് കെട്ടിച്ചാലോ?
അങ്ങനെയെങ്കിലും എൻ്റെ പപ്പയ്ക്ക് ആ പുട്ടിൽ നിന്ന് ഒരു ശാപമോക്ഷം കിട്ടുമെന്ന് നോക്കാലോ. അത് ശരി, ഭാര്യയും ഭർത്താവും കൂടി എനിക്കിട്ട് ട്രോളുന്നോ? ദേവ് പറഞ്ഞത് കേട്ടതും ദക്ഷ് കൃത്രിമ ദേഷ്യം കാട്ടിക്കൊണ്ട് പറഞ്ഞു. അതിന് പെണ്ണ് വേണ്ടേ മോളെ, ഇവനൊക്കെ ആര് പെണ്ണ് കൊടുക്കാനാ? പപ്പ ദക്ഷിണെ നോക്കിക്കൊണ്ട് പറഞ്ഞു. തകടിയിൽ പപ്പയും മോനും കട്ടക്ക് പിടിച്ചു നിന്നോളും. എൻ്റെ പപ്പ പെണ്ണിനാണ് പഞ്ഞം, ഒന്നല്ല ഒരു ഡസൻ പെൺപിള്ളേരെ എൻ്റെ കയ്യിലുണ്ട്, ദേവ് പറഞ്ഞു. ഓ പിന്നെ നിന്റെ ഒരു ഡസൻ പെൺപിള്ളേരെ എങ്ങനെ ഇരിക്കുന്ന എനിക്കറിയാം. ആറ്റം ബോംബിന് കൈയും കാലും വെച്ചതല്ലേ, അതുപോലെ ഒരെണ്ണം ഇവിടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പുറത്തുനിന്ന് ഒരെണ്ണം ഇമ്പോർട്ട് ചെയ്യുന്നത്? ദക്ഷ് ദേവുവിനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. എടാ, നീ പറഞ്ഞ ആറ്റം ബോംബെ എൻ്റെ വീട്ടിലോട്ട് എക്സ്പോർട്ട് ചെയ്തിരിക്കുകയാണല്ലോ, അതുകൊണ്ട് ഒരെണ്ണം ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നും കാണുന്നില്ല. അഭി ദേവുവിനിട്ട് ചെറുതായി ഒന്ന് കൊട്ടി. അളിയന്മാരുടെ തമാശ കഴിഞ്ഞെങ്കിലേ പറയണേ, ചിരിക്കാനാ. അഭിക്കും ദക്ഷിണ നേരം പുച്ഛം വാരി വിതറിക്കൊണ്ട് ദേവു പറഞ്ഞു. എൻ്റെ പപ്പ, അഭിയേട്ടൻ്റെ അനിയത്തി അനിക, അനു നല്ല കുട്ടിയാ, ദച്ചുവേട്ടന് നല്ലോണം ചേരും. എൻ്റെ കൂടിയാ പഠിക്കുന്നത്. അവളെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ? എന്താണ് പപ്പയുടെ അഭിപ്രായം? ദേവ് പറഞ്ഞത് കേട്ടതും അഭിയും ദക്ഷും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ദക്ഷിണ ഉള്ളിൻ്റെ ഉള്ളിൽ ദേവുവിനോടുള്ള സ്നേഹവും വാത്സല്യവും കൂടുകയും സഹോദരൻ എന്ന നിലയിൽ അഭിമാനവും തോന്നിയ നിമിഷമായിരുന്നു. സ്വന്തം കൂടപ്പിറപ്പിൻ്റെ മനസ്സ് പറയാതെ അറിയാൻ ശ്രമിക്കുന്ന അവളെപ്പോലൊരു പെങ്ങളെ കിട്ടിയ താനാണ് ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത സഹോദരൻ. അവൻ്റെ ഉള്ളം മൊഴിഞ്ഞു, അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നിട്ടുണ്ട്. ദേവ് പറഞ്ഞത് കേട്ട് ദേവദത്ത് അഭിയെ നോക്കുന്നുണ്ട്. ഡാബി, ഇവളെന്തൊക്കെയായി പറയുന്നേ? അങ്കിൾ, എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എനിക്കിഷ്ടക്കുറവൊന്നുമില്ല, അതും പറഞ്ഞു അഭി ദക്ഷിണൊന്ന് നോക്കി. ഇനിയിപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ ഞാനായിട്ട് എതിരിൽ നിന്ന് വേണ്ട. എൻ്റെ അമ്മ ചൂണ്ടിക്കാട്ടിയ പെണ്ണിന് വേണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാനും സമ്മതിച്ചിരിക്കുന്നു. ദക്ഷ് അല്പം ജാട ഇറക്കി. ദക്ഷിൻ്റെ ജാട ഇറക്കൽ കണ്ടു. എടാ ഭയങ്കര എന്ന പോലെ അഭി അവനെ നോക്കിയപ്പോൾ ദക്ഷാണെങ്കിൽ അവൻ്റെ നോട്ടം കാണാത്ത മട്ടിൽ മുഖം തിരിച്ചു കളഞ്ഞു. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം, പപ്പയും സമ്മതം അറിയിച്ചു. ദേവ് തൻ്റെ പപ്പയോട് യാത്ര പറഞ്ഞു. സ്നേഹം ചുംബനം നൽകി പതിവ് കരച്ചിലൊക്കെയും കഴിഞ്ഞ് പുറത്തിറങ്ങി. അഭിയും ദക്ഷും ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. കുറച്ചു ദൂരെയായി അപ്പു ഉണ്ട്. ദേവ് ദക്ഷിനെ കെട്ടിപ്പിടിച്ച് യാത്ര പറയുന്നതും ദക്ഷ അവളെ കൊഞ്ചിക്കുന്നതും അപ്പു കണ്ണെടുക്കാതെ നോക്കി നിന്നു. ഡി കാന്താരി, നീങ്ങ വന്നേ. ദക്ഷിന്റെ വിളി കേട്ടതും അപ്പു പേടിയോടെ അവൻ്റെ അരികിലേക്ക് നടന്നു. അപ്പു ദക്ഷിനെ ഒന്ന് നോക്കി. നിനക്ക് എന്നോട് ദേഷ്യ? ദക്ഷിന്റെ ചോദ്യം കേട്ട് അവൾ ഇല്ലെന്ന പോലെ പറഞ്ഞു. ഇനിയിപ്പോൾ ദേഷ്യം ഉണ്ടെങ്കിലേ നമുക്കങ്ങ് പറഞ്ഞു തീർത്തേക്കാം, ഇല്ലെങ്കിലേ ഞാൻ അങ്ങോട്ട് വന്നാൽ നീ എന്നെയും ഷോക്കടിപ്പിച്ച് കൊല്ലാൻ നോക്കിയാലോ? ദക്ഷ പറഞ്ഞത് കേട്ടതും അപ്പുവിൻ്റെ മുഖം വാടി. അവൾ തലയും താഴ്ത്തി നിന്നു. അഭി തൊട്ടരികിൽ തന്നെയുണ്ട്. ഇങ്ങോട്ട് നോക്ക്, ദക്ഷ പറഞ്ഞതും അപ്പു തല ഉയർത്തി അവനെ നോക്കി. അഭിയുടെ പെങ്ങന്മാരെ എൻ്റെയും പെങ്ങന്മാരാ, ദക്ഷ പറഞ്ഞു തുടങ്ങി. ഒരാളൊഴികെ. അതിനിടയിൽ ദേവ് ആരോടൊന്നില്ലാതെ പറഞ്ഞു. ഓ, ഒരാളൊഴികെ, സമ്മതിച്ചു. എന്തായാലും ഇവളെൻ്റെ പെങ്ങളാ. ദേ ഈ നിൽക്കുന്നതേ നിന്റെ ഏട്ടത്തിയല്ല, ചേച്ചിയാ. നിന്റെ ചേച്ചിക്ക് ആ വീട്ടിൽ ഒരു വിഷമവും വരാതെ നോക്കേണ്ടതേ നീയാണ്, കേട്ടല്ലോ? അപ്പു തലയണക്കി. ഇനിയൊന്ന് ചിരിച്ചേ. അപ്പു ചിരിക്കണോ വേണ്ടയോ എന്ന പോലെ നോക്കി. ഒന്ന് ചിരിക്കടി, അവളുടെ മൂക്ക് പിടിച്ചു കൊഞ്ചിച്ചുകൊണ്ട് ദക്ഷ പറഞ്ഞതും അവൾ ചിരിച്ചു. ആ അങ്ങനെ, ദക്ഷ അവളുടെ കവളിൽ തട്ടി. ഇതൊക്കെ കണ്ട അഭിയുടെ മനസ്സ് നിറഞ്ഞു. അധികം വൈകാതെ അവരവിടെ നിന്ന് യാത്രയായി. പോകുന്ന വഴിയിൽ അഭി വണ്ടി നല്ലൊരു റെസ്റ്റോറൻറ്റിലേക്ക് തിരിച്ചു. അപ്പുവിനെയും ദേവുവിൻ്റെയും ഇഷ്ടത്തിനനുസരിച്ച് അഭി ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് എത്തിയിട്ടും അപ്പു തല കുമ്പിട്ട് കഴിക്കുന്നത് കണ്ടതും ദേവ് അപ്പുവിനെ ചൂണ്ടി അഭിയോട് കണ്ണുകൊണ്ട് കെഞ്ചിയതും അഭി തൻ്റെ പ്ലേറ്റിൽ നിന്നും ഒരു സ്പൂൺ ഭക്ഷണം എടുത്ത് അപ്പുവിൻ്റെ നേരെ നീട്ടിയതും അപ്പുവിൻ്റെ കണ്ണ് നിറഞ്ഞു. അവൾ കണ്ണ് നിറച്ചുകൊണ്ട് തൻ്റെ ചേട്ടനെ നോക്കിയതും അഭിയുടെ കണ്ണ് നിറഞ്ഞു. വാതുറക്ക്, അഭി പറഞ്ഞത് കേട്ടതും അപ്പു സന്തോഷത്തോടെ വാതുറന്നു. ശേഷം അഭി ദേവുവിന് നേരെ തിരിഞ്ഞു. അവൾക്ക് നേരെ ഭക്ഷണം നീട്ടുമ്പോൾ ഇരുവരും തമ്മിൽ ഒരു നോട്ടം കൈമാറി. അതിൽ അവളോടുള്ള നന്ദിയും കടപ്പാടും പ്രണയവും വിരഹവും സന്തോഷവും എന്തൊക്കെയോ കലർന്നിരുന്നു. ഇതേ സമയം മറ്റൊരിടത്ത് രോഹിത്തും അനഘയും തമ്മിൽ സംസാരിക്കുകയായിരുന്നു. എന്നാലും നീ അവളെയും കൊണ്ട് കറങ്ങാൻ പോയി എന്നതേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവളുടെ ഏട്ടനെ പേടിച്ചേ ഞങ്ങളുടെ കൂടെ തന്നെ കറങ്ങാനൊന്നും വരാറില്ല. എന്നിട്ടിപ്പോൾ നീ വിളിച്ചപ്പോൾ വന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് എന്തായി, വല്ലതും നടന്നോ? അനഘ ആകാംക്ഷയോട് ചോദിച്ചു. എവിടെന്ന്? അവളൊന്ന് തൊടാൻ പോലും സമ്മതിച്ചിട്ടില്ല. ഞാൻ എന്തൊക്കെയോ പ്ലാൻ ഇട്ടുകൊണ്ടാണ് അങ്ങനെ ഒരു ഔട്ടിംഗ് പ്ലാൻ ചെയ്തത്, അതും എത്രയോ നിർബന്ധിച്ചിട്ട്. അതിനിടയിൽ അവളുടെ വീട്ടിൽ നിന്ന് വിളി വന്നു. അതോടെ അവൾ പോവാന്നും പറഞ്ഞ് ധൃതി കൂട്ടി. പിന്നെ ചാടിക്കയറി ഒന്നും വേണ്ട എന്നേ ഞാനും കരുതി.
എന്തായാലും ഞാൻ അവളെ കെട്ടാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കിട്ടിയിട്ടേ പയ്യെ തിന്നാം എന്നാണ് എൻ്റെ ഒരു ഇത്. അതുവരെ അവൾക്ക് ഒരു സംശയവും തോന്നാതിരിക്കാൻ അല്പം ഡീസൻ്റ് ആയേക്കാം. കല്യാണശേഷം കിട്ടുന്നതൊക്കെ അടിച്ചു മാറ്റി അവളെ മതിവരോളം രുചിച്ചിട്ട് അങ്ങ് നൈസായിട്ട് ഒഴിവാക്കാം. പിന്നെ ഉണ്ടല്ലോ, വിവാഹം കഴിയും വരെ ഞാൻ നിൻ്റെ കസിൻ ബ്രദർ തന്നെയായിരിക്കും. എൻ്റെ അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ മരിച്ചുപോയി. നിൻ്റെ അച്ഛനും അമ്മയാണ് എന്നെ വളർത്തിയത്. അതാണ് എൻ്റെ സ്റ്റോറി. ഓക്കെ, 2 ചക്രം കയ്യിൽ വരുന്ന കാര്യമായതുകൊണ്ടേ നിൻ്റെ അച്ഛനെ കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പണമെന്ന് പറഞ്ഞാൽ നീയും നിൻ്റെ തന്തയും അഴുക്ക് ചാലിൽ വരെ കൈയിടുന്നേ എനിക്കറിയാം. അത്രയും പറഞ്ഞ് രോഹിത് ഉറക്കെ ചിരിച്ചു. മതി നിന്റെ ചിരി. ഈ പറയുന്ന നിനക്ക് പണത്തിൽ തീരെ ആർത്തിയില്ലായിരിക്കും. അനഘ രോഹിത്തിന് നേരെ പുച്ഛം കലർന്ന നോട്ടം നൽകിക്കൊണ്ട് ചോദിച്ചു. പണം അതെനിക്ക് മുഖ്യമാണ്. അതിനേക്കാൾ മുഖ്യം മറ്റു പലതിനും ഞാൻ നൽകുന്നുണ്ട്. അതിലൊന്നാണ് പെണ്ണെന്ന ലഹരി. ആ ലഹരിക്ക് മുന്നിലെ സർവ്വതും ഞാൻ മറന്നുപോകും. രോഹിത് ഒരു വഷളം ചിരിയോടെ അനഘയെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. നീ അവളെ കെട്ടുകയോ തട്ടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യേ, അതൊക്കെ നിന്റെ ഇഷ്ടം. പക്ഷേ എൻ്റെ ഷെയർ എനിക്ക് തന്നേക്കണം കേട്ടോ. ആ ഒരൊറ്റ ലക്ഷ്യം മുന്നിൽ കണ്ടിട്ടാണ് ഞാൻ നിനക്ക് അവളെ പരിചയപ്പെടുത്തി തന്നതുപോലും. അവളുടെ ചേട്ടനെ സ്വന്തമാക്കി സ്വത്തുകളൊക്കെ അനുഭവിക്കാം എന്നതായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അതിനിടയിലാണ് ആ ദേവാംശിക വരുന്നതും അവളുടെ ഏട്ടനെ സ്വന്തമാക്കുന്നതും. ഡോക്ടർ അഭിമന്യു മഹേശ്വർ, ഹോട്ട് ആൻഡ് ഹാൻസം മാൻ. അങ്ങേര് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല. ഒറ്റ രാത്രിയെങ്കിലും കിട്ടിയിരുന്നേൽ ഞാൻ ഹാപ്പി ആയേനെ. അനഘ വഷളം ചിരിയോടെ പറഞ്ഞ് വായിലേക്ക് ബിയർ ബോട്ടിൽ കമഴ്ത്തി. അപ്പോൾ ഞാൻ തരുന്ന ഹാപ്പിനെസ് ഒന്നും നിനക്ക് പോരാ അല്ലേ? എന്നാ ഇന്ന് രാത്രി നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്താലോ? രോഹിത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരമെന്നോണം അനഘ പറഞ്ഞു. നിനക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. രോഹിത് അതും പറഞ്ഞ് അടുത്ത നിമിഷം അവളെയും പുണർന്നുകൊണ്ട് ബെഡിലേക്ക് വീണിരുന്നു. അഭിയെയും ദേവുവിനെയും ആരതൊഴിഞ്ഞുകൊണ്ട് അമ്മമ്മ അകത്തേക്ക് സ്വീകരിച്ചു. അകത്തെത്തിയ ദേവുവിൻ്റെ നെറുകയിൽ അമ്മമ്മ സ്നേഹചുംബനം ചാർത്തിയതും എല്ലാവരുടെയും മുഖത്ത് സന്തോഷത്തിൻ്റെയും നിർവൃതിയുടെയും പുഞ്ചിരി വിരിഞ്ഞു. ആമി ദേവുവിൻ്റെ ഇരു കൈയും ചേർത്ത് പിടിച്ചു നിറകണ്ണുകളോടെ നോക്കിയതും ദേവു തൻ്റെ ഇരു കയ്യാലെ ആമിയുടെ കവിളി പിടിച്ചു വലിച്ചു. അന്നേരം ചോട്ടു മാറി നിന്ന് ഇതൊക്കെ നോക്കുന്നത് കണ്ടതും ദേവു വാവ് എന്ന പോലെ അവൾക്ക് നേരെ കൈ നീട്ടിയതും ചോട്ടു ദേവുവിൻ്റെ അരികിൽ വന്ന് നിന്നു. ദേവു കുനിഞ്ഞിരുന്ന് ചോട്ടുവിൻ്റെ ഇരു കവിളിലും മാറി മാറി ചുംബിച്ചതും തിരികെ അവളും ദേവുവിൻ്റെ കവിളിൽ ചുംബിച്ചു. അന്നേരം അപ്പോൾ ദേവുവിന് കുടിക്കാനുള്ള ജ്യൂസുമായി വന്നു. ദേവു സ്നേഹത്തോടെ അത് വാങ്ങി കുടിച്ചു. അനു അച്ചുവും ഒരൽപ്പം മാറി നിന്ന് ഇതൊക്കെ കാണുകയാണ്. അച്ചുവിൻ്റെ മുഖത്ത് ഒരു ചെറുപുഞ്ചിരി വിരിഞ്ഞപ്പോൾ അനുവിൽ പതിവ് പുച്ഛം. എന്നാലും ഈ അപ്പു എപ്പോഴാണ് അവളുടെ വീട്ടിലേക്ക് ചെന്നത്? ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. അനു അച്ചുവിന് കേൾക്കാൻ പാകത്തിൽ ചോദിച്ചു. അപ്പു എന്നോട് പറഞ്ഞായിരുന്നു, എന്നാലും അവൾ ഒറ്റയ്ക്ക് പോകുമെന്ന് ഞാനും കരുതിയില്ല. എന്തായാലും ദേവു ചേച്ചി അവളോട് ക്ഷമിച്ചല്ലോ, അത് മതി. ഇനിയിപ്പോൾ നമ്മളോടൊക്കെ ദേഷ്യം ഉണ്ടാവും എന്തോ. എനിക്കെന്തോ മിണ്ടാനൊരു ചമ്മൽ. നിങ്ങളുടെ കൂടെ കൂടി കുറച്ച് പരദൂഷണം പറഞ്ഞു എന്നല്ലാതെ ഞാൻ ചേച്ചിയുടെ മുഖത്ത് നോക്കിയൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്നോട് ദേഷ്യമൊന്നും കാണില്ലായിരിക്കും അല്ലേ? അച്ചു ഓരോന്ന് പറയുന്നുണ്ട്. അച്ചു പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത മട്ടിൽ അനു അച്ചുവിന് നേരെ ഒരു നോട്ടം നൽകി അവിടുന്ന് പോയി. രാത്രിയിൽ ചോട്ടു ദേവുവിൻ്റെ കൂടെ ബെഡിൽ കിടന്നുകൊണ്ട് ഫോൺ നോക്കുന്നുണ്ട്. ചോട്ടു മലർന്നു കിടന്ന് ഫോണിൽ ദൃഷ്ടി പതിപ്പിച്ചപ്പോൾ ദേവു ബെഡിൻ്റെ ഇടതുവശം ചേർന്ന് ചോട്ടുവിന് നേരെ ചരിഞ്ഞു കിടന്നുകൊണ്ട് കട്ടിലിൻ്റെ ഹെഡ് ബോർഡിൽ തലവെച്ച് കൈമുട്ട് ബെഡിലൂന്നി കൈപ്പത്തിയിലേക്ക് കവിളി ചായച്ച് കിടക്കുകയാണ്. ചോട്ടു, ഇതാരുടെ ഫോണാ? അപ്പുവിൻ്റെ ആണോ? അല്ല, അപ്പു ചേച്ചിക്ക് ഫോണൊന്നുമില്ല. ഇത് ആമി ചേച്ചിയുടെയാ. ആണോ? അപ്പു ഇത്രയും നന്നായി പാടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഷോ, എന്ത് രസാ കേൾക്കാൻ. അതുപോലെ അച്ചുവിൻ്റെ ഡാൻസും കൊള്ളാം. ചോട്ടൂസേ, നാളെ നമുക്ക് എല്ലാവർക്കും പാട്ടും ഡാൻസും ഒക്കെ ആയി അടിച്ച് പൊളിക്കണം കേട്ടോ. ദേവു ചേച്ചി പാടുമോ? ചോട്ടു ചോദിച്ചു. ഞാൻ പാടില്ല, പക്ഷെ ചെറുതായി ഡാൻസ് ചെയ്യും. നമുക്ക് എല്ലാവർക്കും കൂടി നാളെ ഒരു ഡാൻസ് റീൽ ചെയ്യണം. അതിന് അഭിയേട്ടൻ സമ്മതിച്ചിട്ട് വേണ്ടേ? അഭിയേട്ടൻ അതൊന്നും ഇഷ്ടമല്ല. അതെയോ? നിന്റെ അഭിയേട്ടനെ കൊണ്ട് വയ്യ, ദേവു കൃത്രിമ ദേഷ്യത്തോടെ പറഞ്ഞു. ആ നേരത്താണ് അഭി അങ്ങോട്ട് കയറി വരുന്നത്. അഭി ഇരുവരെയും ഒന്ന് നോക്കി. ലോങ് ഷ്രഗ് വരുന്ന പൈജാമ നൈറ്റ് സ്യൂട്ടായിരുന്നു അവളുടെ വേഷം. അവളെ മൊത്തത്തിൽ ഒന്നൊഴിഞ്ഞു നോക്കിയ ശേഷം ചോട്ടുവിൻ്റെ മറുവശത്ത് ദേവു കിടന്നതുപോലെ അവൾക്ക് അഭിമുഖമായി ചരിഞ്ഞു കിടന്നുകൊണ്ട് ദേവുവിനെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. അവളിലൂടെ അവൻ്റെ കണ്ണുകൾ ഒഴുകി നടന്നു. ദേവു ആണെങ്കിൽ മുഴുവൻ ശ്രദ്ധയും ഫോണിൽ കൊടുത്തിട്ടുള്ളതുകൊണ്ട് അവൻ വന്നതുപോലും അറിഞ്ഞിട്ടില്ല. ഇവളെ ഞാനിന്ന് മനുഷ്യൻ ഡ്യൂട്ടിയൊക്കെ മാറ്റിവെച്ച് ഒന്ന് സ്നേഹിക്കാമെന്ന് കരുതി വന്നപ്പോൾ കൊച്ചിൻ്റെ കൂടെ ഇരുന്ന് ഫോണും കണ്ട് സമയം കളയുന്നു.
ശരിയാക്കി തരാം എന്നും മനസ്സിൽ പ്രാഗിക്കൊണ്ട് അഭി മുറി മുഴുവൻ കണ്ണോടിച്ചപ്പോഴാണ് മുറിയിൽ കട്ടിലിനോട് ചേർന്ന് അലങ്കാരത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ആർട്ടിഫിഷ്യൽ തൂവലുകൾ അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിൽ നിന്ന് ഒരു തൂവലെടുത്ത് കൈ പിടിച്ച് അവളുടെ ചെവിയിൽ മെല്ലെ ഇക്കിളി കൂട്ടിയെങ്കിലും അവൾ മുഖം ചുളിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ ചെവി അമർത്തി തിരിച്ച് വീണ്ടും ഫോണിലേക്ക് നോട്ടം പായിച്ചു. അതുകൊണ്ട് അവൻ്റെ മുഖം വാടി. പിന്നീട് അവൻ്റെ നോട്ടം ചെന്നെത്തുന്നത് അവളുടെ മാറടിക്കിലാണ്. ചരിഞ്ഞു കിടക്കുന്നതിനാൽ നല്ല പോലെ പുറത്തേക്ക് കാണുന്നുണ്ട്. അവൻ ആ തൂവൽ കൊണ്ട് മെല്ലെ അവിടെ തഴുകിയപ്പോഴാണ് പെണ്ണിന് ബോധം വരുന്നത് പോലും. അവൾ തല ഉയർത്തി നോക്കിയപ്പോഴാണ് തൊട്ടരികിൽ തൂവലും പിടിച്ച് തനിക്ക് അഭിമുഖമായി കിടക്കുന്ന അഭി അവൾ കാണുന്നത്. ആ കണ്ണുകളിൽ പ്രണയത്തിനുമപ്പുറം എന്തൊക്കെയോ ഭാവങ്ങൾ മിന്നിമായുന്നുണ്ട്. നെഞ്ചിലേക്ക് തുളച്ചു കയറുന്ന ആ നോട്ടം അതവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അവൾ ഡ്രസ്സ് നേരെയാക്കി ചോട്ടുവിനൊന്ന് നോക്കി. അവൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഫോണിൽ മാത്രം ശ്രദ്ധ കൊടുത്തിരിപ്പുണ്ട്. ഡി, കൊച്ചിനെ പെട്ടെന്ന് പറഞ്ഞു വിടാൻ നോക്ക്, അഭി അവളുടെ ചെവിയോരം വന്ന് പതുക്കെ പറഞ്ഞു. എന്തിനാ? ദേവുവിൽ നിന്നും മറു ചോദ്യം വന്നു. എന്തിനാണോ? അതിനുള്ള മറുപടി ഞാൻ പറയുന്നില്ല, കാണിച്ചു തരാം. ദേവുവിൻ്റെ ചെവിയിൽ ചെറുതായി കടിച്ചു വിട്ടുകൊണ്ടവൻ പറഞ്ഞു. അന്നേരം അവൻ അവളെ ചുണ്ട് കൂർപ്പിച്ചു നോക്കി. അന്നേരം അവൻ ബെഡിൽ കിടക്കുന്ന മാഗസീനിൽ നിന്നും ഒരു പേജ് പറിച്ചെടുത്തു. ചുരുട്ടിക്കൂട്ടി അവളുടെ ടോപ്പിൻ്റെ കഴുത്തിൽ കൂടി ടോപ്പിനുള്ളിലേക്ക് ഇട്ടുകൊടുത്തതും അവൾ ഒരുതരം പകപ്പോട് ചാടി എഴുന്നേറ്റ് അവനെ കലിപ്പിച്ച് നോക്കി. എന്താണ് ഡ്രസ്സിനുള്ളിൽ ഇട്ടതെന്ന് അവൾക്കൊരറിവില്ലായിരുന്നു. കടലാസ് എടുക്കാനുള്ള അവളുടെ പെടാപ്പാട് കണ്ട് അബിക്ക് ചിരി പൊട്ടിയപ്പോൾ ചോട്ടു കാര്യം മനസ്സിലാവാതെ ദേവുവിനെ തന്നെ നോക്കി നിന്നു. ചോട്ടു, മോള് പോയി കിടന്നോട്ടോ, സമയം ഒരുപാട് വൈകില്ലേ, നാളെ സ്കൂളുള്ളതല്ലേ. ആമിച്ചേച്ചി മോളെ വെയിറ്റ് ചെയ്യുക, ചെല്ല്. അവളുടെ നെറുകയിൽ ചുണ്ടമർത്തിക്കൊണ്ട് അബി പറഞ്ഞതും ചോട്ടു തലയനക്കി അബിയുടെ കവിളിൽ ചുണ്ട് ചേർത്തുകൊണ്ട് ഗുഡ് നൈറ്റ് പറഞ്ഞു. ശേഷം ദേവുവിനും ഗുഡ് നൈറ്റ് പറഞ്ഞു അവിടെ നിന്ന് നടന്നു നീങ്ങി. അബി അവളുടെ കൂടെ സ്റ്റെയർ വരെ ചെന്നു. അവൾ താഴെ എത്തിയതും അബി തൻ്റെ മുറിയിലേക്ക് തിരികെ നടന്നു. ഡോറും അടച്ച് ലോക്ക് ചെയ്ത് തിരിഞ്ഞ് അബി കാണുന്നത് ഡ്രസ്സിനുള്ളിൽ നിന്ന് എടുത്ത കടലാസ് തുണ്ടും കൈ പിടിച്ച് തന്നെ തുറച്ചു നോക്കുന്ന ദേവുവിനെയും. നീ എന്തിനാണ് എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നേ? പിന്നല്ലാതെ കൊച്ചിൻ്റെ മുന്നിൽ വെച്ചാണോ നിങ്ങളുടെ കുട്ടിക്കളി? ദേവു കൃത്രിമ ദേഷ്യം കാട്ടി. ഞാനിങ്ങനെ പട്ടിണി കിടന്നു മുരടിച്ചു പോട്ടെ എന്നാണോ നീ പറയുന്നേ? നിന്റെ വീട്ടിലായിരുന്നപ്പോൾ നിനക്ക് ഏതാണ്ടൊക്കെ തോന്നിയിരുന്നു എന്നല്ലേ പറഞ്ഞേ? ആ തോന്നൽ ഇപ്പോഴില്ലേ? അവൾക്ക് നേരെ പുരികം പൊക്കിക്കൊണ്ട് അഭി ചോദിച്ചു. അത് പിന്നെ എനിക്ക് ദേവു എന്ത് പറയണം എന്നറിയാതെ കുഴങ്ങി. പറ നിനക്ക്, അവൻ അവളുടെ വയറിൽ ഇക്കിളി കൂട്ടിക്കൊണ്ട് ചോദിച്ചതും അവൾ അത് താങ്ങാനാവാതെ പിന്നിലോട്ട് ചുവടുകൾ വെച്ചു. അതിനനുസരിച്ച് അവൻ പിന്നെയും അവളുടെ വയറിൽ ഇക്കിളി കൂട്ടി. അവൻ്റെ കുറുമ്പുകൾ കൂടിക്കൂടി വന്നതും അവൾ ബെഡിന് മേലേക്ക് ചാടിക്കയറി. ആ നിമിഷം അബി അവളെ പിടിക്കാനെന്ന പോലെ അവളുടെ ഡ്രസ്സിൽ പിടുത്തമിട്ടതും അവന് കിട്ടിയത് അവളുടെ സ്ട്രക്കും. ബെഡിന് താഴെ നിന്ന് അവൻ അതിൽ പിടിച്ചു വലിച്ചതും അവനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവളെ തഴിച്ചു മാറ്റി ബെഡിൽ നിന്ന് മറ്റു സൈഡിലേക്ക് ഒരൊറ്റ ചാട്ടായിരുന്നു. സ്ട്രഗ് മാത്രം അവൻ്റെ കയ്യിലും. ഷോൾഡർ സ്ട്രാപ്പ്, ക്രോപ്പ് ടോപ്പും പൈജാമ പാൻറ്റും, ഇതാണ് ഇപ്പോൾ അവളുടെ വേഷം. അവളുടെ വയറും നാഭിച്ചുഴിയും മാറിടവും ഒക്കെ അനാവൃതമാണ്. അവളങ്ങനെ കണ്ടതും അവൻ അവളെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലുള്ള അവളുടെ സ്ട്രഗ് സെറ്റിയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അവളെ പിടിക്കാനായി ബെഡിൻ്റെ മറുവശത്തേക്ക് ഓടി. കുറച്ചു നേരം ഇരുവരും ആ മുറിയിലെ ആകമാനം ഓട്ടവും ചാട്ടവും നടത്തി. അവസാനം ദേവ് തോൽവി സമ്മതിച്ചു. അവന് പിടികൊടുത്തതും അബി അവളുടെ പിന്നിലൂടെ ചെന്ന് വയറിലൂടെ വട്ടം ചുറ്റി പിടിച്ചു. അവളെ പിടിച്ച് 2-3 തവണ വട്ടം കറക്കി അവളെയും കൊണ്ട് ബെഡിലേക്ക് അതുപോലെ മലർന്നടിച്ച് ഒരു വീഴിലായിരുന്നു. ദേവു നേരിയ ഭയത്തോടെ കണ്ണുകൾ ഇറുക്കി അടച്ചു. അരയ്ക്ക് താഴ്പോട്ട് നിലത്തും ബാക്കി ബെഡിലുമായാണ് അവരുടെ കിടത്തം. അബിയുടെ മേലെയായി ദേവും മലർന്ന് കിടപ്പുണ്ട്. ഇരുവരും കിതപ്പടക്കാൻ പാടുപെടുന്നുണ്ട്. ക്രോപ്പ് ടോപ്പായതിനാൽ അവളുടെ വയറ് അനാവൃതമാണ്. അവളുടെ നഗ്നമായ വയറിലേക്ക് അവൻ്റെ കൈവിരലുകൾ ഇഴഞ്ഞു നീങ്ങി. അവൻ്റെ ആ പ്രവൃത്തിയിൽ അവളുടെ ഉടലാകെ വിറകൊള്ളാൻ തുടങ്ങി. അവൻ്റെ കൈകൾ അവിടം അനുസരണയില്ലാതെ കുസൃതി കാട്ടി തുടങ്ങിയതും ദേവു തൻ്റെ കൈ അവൻ്റെ കൈക്ക് മേലെ ചേർത്ത് വെച്ചു. അവൻ്റെ കൈകളുടെ ചലനത്തെ തടഞ്ഞു നിർത്തി. അമ്മു, അവളുടെ കാതോരം ആർദ്രമായി അവൻ മൊഴിഞ്ഞു. എനിക്കിനിയും കാത്തിരിക്കാൻ വയ്യ. ഞാൻ എൻ്റെ പെണ്ണിനെ മുഴുവനായി എടുക്കാൻ പോവാ. നിനക്ക് എതിർപ്പ് വല്ലതുണ്ടോ? അവൻ്റെ സ്വരം മന്ത്രണം പോലെ കാതിൽ പതിഞ്ഞതും അവളിലൂടെ ഒരു തരിപ്പ് കടന്നുപോയി. എന്ത് മറുപടി പറയണം എന്നറിയാതെ കുഴങ്ങി. എങ്കിലും അവളുടെ ഉള്ളിലും വികാരങ്ങൾ അണപൊട്ടി ഒഴുകുന്നുണ്ടായിരുന്നു. അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല എന്ന് കണ്ടതും അവൻ തൻ്റെ ചോദ്യം ആവർത്തിച്ചു. അവളിൽ പിന്നെയും മൗനം. അന്നേരം അവൻ അവളുടെ ടോപ്പ് തലവഴി ഊരി മാറ്റിയതും അവൾ ഒരു തരം പകപ്പോടെ അവൻ്റെ മേലിൽ നിന്നും ബെഡിലേക്ക് ചാടി.
ബെഡിൽ കമഴ്ന്ന് കിടക്കുന്നവളെ അവൻ തലചരിച്ചൊന്ന് നോക്കി. അവളുടെ നഗ്നമായ പുറമേനിയിൽ കൂടി അവൻ്റെ കണ്ണുകൾ അലഞ്ഞു നടന്നു. അവളുടെ അരികിലേക്ക് നീങ്ങിക്കിടന്നു. അവളുടെ പുറം കഴുത്തിൽ വീണ് കിടക്കുന്ന മുടിയിഴകളിലേക്ക് പതിയെ ഊതിയതും അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു പോയിരുന്നു. അവളുടെ മുടി വകഞ്ഞു മാറ്റിക്കൊണ്ട് അവളുടെ പുറമേനിയിൽ തൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ചതും അവൻ്റെ മീശയും താടിയും അവളുടെ മുള്ള പോലെ കുത്തിയിറങ്ങി. അവളുടെ കൈ ബെഡ്ഷീറ്റിൽ മുറുകി. അവൻ തൻ്റെ പല്ലുകൊണ്ട് അവളുടെ രായുടെ ഹുക്ക് അഴിച്ചു മാറ്റിക്കൊണ്ട് അത് അവളിൽ നിന്നും പൂർണ്ണമായി അടർത്തി മാറ്റിയതും അവളിൽ നാണവും വെപ്രാളവും വിറയലും എല്ലാം കൂടി ഇടകലർന്നൊരു ഭാവമായിരുന്നു. അവളിലെ അന്നേരത്തെ ആ ഭാവം അവൻ കാണാതെ തന്നെ മനസ്സിലാക്കിയിരുന്നു. അമ്മു, ഇങ്ങോട്ട് നോക്ക്. തലയണയിലേക്ക് മുഖം പൂഴ്ത്തി കിടക്കുന്ന അവളുടെ കാതോരം മുഖമൊളിച്ച് അവളുടെ നഗ്നമായ തോളിൽ താഴുകിക്കൊണ്ട് അവൻ നേർമയായി വിളിച്ചു. അവളിൽ മൗനം മാത്രം. അവളുടെ ശ്വാസനിശ്വാസം അവന് കേൾക്കാൻ പാകത്തിലുള്ളതായിരുന്നു. അമ്മൂസേ, ഞാനൊന്ന് കണ്ടോട്ടെടി. ഇളം കാറ്റ് പോലെ നേർത്തതായിരുന്നു അവൻ്റെ സ്വരം. അതവളുടെ ഉള്ളിൽ കുളിര് പടർത്തി. അവൾ വേണ്ടെന്ന പോലെ തലയണക്കി. അങ്ങനെയാണോ? എന്നാ ഞാനൊരു സത്യം പറയട്ടെ. നിന്റെ ഈ ബോഡി മൊത്തം ഞാൻ കണ്ടതാ. അവനിൽ കുറുമ്പ് നിറഞ്ഞു. അവൻ പറഞ്ഞത് കേട്ടതും അവൾ വിശ്വാസം വരാത്ത മട്ടിൽ തലചരിച്ച് അവനൊന്ന് നോക്കി. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ പറഞ്ഞത് സത്യമാണ്. നിന്നെ ICUവിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ നീ ധരിച്ചിരുന്ന ചുരിദാർ മാറ്റി പേഷ്യൻ ഗൗൺ ധരിപ്പിച്ചതേ ഞാനാണ്. പിന്നെ കാർഡിയാക് മോണിറ്ററിൻ്റെ കേബിൾ നിന്റെ നെഞ്ചിൽ ഘടിപ്പിച്ചതും ഞാനാണ്. അന്ന് കണ്ടതിൽ കൂടുതലായിട്ടും ഒന്നും നിൻ്റെ ഇല്ലല്ലോ. പിന്നെ എന്തിനാ എൻ്റെ അമ്മയെ നാണം? പോ അവിടെ നിന്ന്. അവൾ അവനെ പൊതിരെ തല്ലിക്കൊണ്ട് പറഞ്ഞു. നോക്കിക്കോ, ഞാനിനി മിണ്ടില്ല. എനിക്കെൻ്റെ ഡ്യൂട്ടി ചെയ്യണ്ട അമ്മു. എൻ്റെ ഭാര്യ ആയതുകൊണ്ടേ നഴ്സുമാരുടെ ഡ്യൂട്ടി കൂടി ഞാൻ ഏറ്റെടുക്കുകയായിരുന്നു. അവൾ പിന്നെയും അവനെ പൊതിരെ തല്ലി തുടങ്ങി. അവനാണെങ്കിലും ഒന്ന് പ്രതികരിക്കുക പോലും ചെയ്യാതെ അടി മുഴുവൻ കൊള്ളുന്നുണ്ട്. അവൻ്റെ കണ്ണുകളുടെ സഞ്ചാര ദിശ എങ്ങോട്ടാണെന്ന് മനസ്സിലായപ്പോഴാണ് അവൾ തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലാക്കുന്നത്. നാണത്തോടെ പിന്നെയും തിരിഞ്ഞു കിടക്കാൻ ഒരുങ്ങിയവളുടെ കൈ രണ്ടും ബലമായി പിടിച്ചു വെച്ചുകൊണ്ടവൻ കള്ളച്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോട്ടം പായിച്ചതും അവളുടെ മുഖം ചോര തൊട്ടെടുക്കാൻ പാകത്തിൽ ചുവന്നു വന്നിട്ടുണ്ട്. അവളുടെ കണ്ണിൽ ആ പിടച്ചിൽ കാണാൻ തന്നെ വല്ലാത്തൊരു ഭംഗിയാണെന്ന് അവന് തോന്നി. അവൾ കണ്ണുകൊണ്ട് എന്തൊക്കെയോ കെഞ്ചുന്നുണ്ട്. അത് കാണാൻ വേണ്ടിയാണ് അവൻ ആ കുറുമ്പ് കാട്ടുന്നതും. അവൻ്റെ കണ്ണുകൾ തൻ്റെ മുഖത്ത് നിന്നും താഴേക്കൊഴുകി നടക്കുന്നത് കണ്ടതും അവൾ നാണത്തോടെ മുഖം വെട്ടിച്ച് കിടന്നു. അതിനിടയിൽ മെല്ലെ ഇടം കണ്ണിട്ട് അവനെ നോക്കിയതും അവൻ മീശത്തുമ്പ് കടിച്ചു പിടിച്ച് ചുണ്ടിലൊളിപ്പിച്ച ചിരിയാലെ അവളുടെ നഗ്നമേനിയുടെ ഭംഗി ആസ്വദിക്കുന്നുണ്ട്. അതിനിടയിൽ അവളെ ഒന്ന് നോക്കിയപ്പോൾ അവൾ ഇടം കണ്ണിട്ട് തന്നെ നോക്കുന്നതാണ് അവൻ കാണുന്നത്. തൻ്റെ നോട്ടം അവൻ കണ്ടു എന്നറിഞ്ഞ അവൾ തൻ്റെ കീഴ്ചുണ്ട് കടിച്ചു പിടിച്ച് നാണത്തോടെ പെട്ടെന്ന് നോട്ടം മാറ്റിക്കളഞ്ഞു. അവളുടെ ആ ബലം പെടുത്തും കുറഞ്ഞെന്ന് തോന്നിയതും അവൻ അവളുടെ കൈകളെ മോചിപ്പിച്ചു. ഒരു നിമിഷം, ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞു അവളിൽ നിന്നും അടർന്നു മാറി വാർഡ്രോബിന് അരികിലേക്ക് നടക്കുന്നവനെ കണ്ട് അവൾ ബ്ലാങ്കറ്റ് കൊണ്ട് ശരീരം മറച്ചു പിടിച്ചു. തല ചരിച്ച് അവനെ നോക്കി. പെട്ടെന്ന് തന്നെ അവൻ തിരിച്ചു വരികയും ചെയ്തു. അവൻ്റെ കയ്യിലെ പ്രൊട്ടക്ഷൻ്റെ പാക്കറ്റ് കണ്ടതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ഒപ്പം നാണത്താൽ മുഖം ചുവന്നു വന്നു. തൽക്കാലം നമുക്ക് കൊച്ചൊന്നും വേണ്ട, അപ്പോൾ ഇതാണ് സേഫ്. അവളുടെ കാതോരം അത്രയും പറഞ്ഞു അവളുടെ കവിളിൽ അമർത്തി മുത്തി. കയ്യിലെ പാക്കറ്റ് ഒരു വശത്ത് വെച്ച് തൻ്റെ ടീഷർട്ട് അഴിച്ചു മാറ്റി അവളുടെ മേലെ നിന്ന് ബ്ലാങ്കറ്റ് വലിച്ചെടുത്ത് അവളുടെ തൻ്റെ അതരങ്ങളുമായി ബന്ധനത്തിലാഴ്ത്തി. അവൻ്റെ നഗ്നമായ നെഞ്ച് തൻ്റെ നഗ്നമേനിയിൽ അമർന്നതും അവളിലൂടെ ഒരു വിറയൽ കടന്നുപോയി. അത് മനസ്സിലാക്കി അവൻ അവളെ ഒന്നുകൂടെ തന്നിലേക്ക് അണച്ചു പിടിച്ചു. അതോടൊപ്പം അവൻ്റെ കൈവിരലുകൾ അവളുടെ മാറിൽ കുറുമ്പ് കാട്ടിക്കൊണ്ടിരുന്നു. അവളും തിരിച്ച് അവനെ ചുംബിക്കാനൊരുങ്ങിയതും അവനിലെ ആവേശം വർദ്ധിച്ചു. അവൻ വന്യമായി അവളുടെ ഇരു ചുണ്ടും മാറി മാറി നുണഞ്ഞു. ഇടയ്ക്കവൻ തൻ്റെ നാവ് കൊണ്ട് അവളുടെ നാവിനെ ചുഴറ്റി വലിച്ചതും അവൾ കുറുകലോടെ നടുവളച്ചു. പെരുവിരലിൽ ഊന്നി ഒന്ന് ഉയർന്നു പൊങ്ങി അവനെ തന്നിലേക്ക് ഒന്നുകൂടി അണച്ചു പിടിച്ചു. ദീർഘചുംബനത്തിനിടയിൽ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നിയതും അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു അവളിൽ നിന്നും അകന്നു മാറി. ഇരുവരും ബെഡിൽ മലർന്നു കിടന്നുകൊണ്ട് കിതപ്പടയ്ക്കാൻ പാടുപെടുകയായിരുന്നു. അതിനിടയിൽ അവൻ തലചരിച്ച് അവളെ ഒന്ന് നോക്കി. കിതപ്പടയ്ക്കാൻ പാടുപെടുന്നവളുടെ ഉയർന്നു താഴ്ന്ന മാറിടത്തിലേക്ക് അവൻ്റെ നോട്ടം ചെന്നെത്തിയതും അവൻ്റെ കണ്ണുകൾ വികസിച്ചു. ശ്വാസഗതിക്കനുസരിച്ച് ഉയർന്നു താഴ്ന്ന മാറിനെ മറയില്ലാതെ അവൻ നോക്കി കാണുകയായിരുന്നു. ബെഡിൽ നിന്നും തലയുയർത്തി കള്ളച്ചിരിയോടെ അവളൊന്ന് നോക്കി. അവൾ അപ്പോഴും കണ്ണുകൾ അടച്ച് കിടപ്പാണ്.
അവൻ അവളുടെ മാറിലേക്ക് തൻ്റെ മുഖം പൊഴുത്തിക്കിടുന്നതും അവൻ്റെ ആ പ്രവൃത്തിയിൽ അവൾ നീങ്ങിപ്പോയിരുന്നു.